ആരാ വണ്ടി എടുക്കുന്നത്? ഞാൻ എടുക്കട്ടെ? അത്രയ്ക്ക് വേണോ രമണ? ഞാൻ എടുക്കും. നീ ഒരു ഫുൾ വണ്ടി എടുക്കാറായോ? പാവം, അവൻ വിജൃംഭിച്ചു പോയി. യൂട്യൂബിൽ നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള വീഡിയോസ് ആണ് ഇവിടെ വണ്ടി ഉറക്കും. എന്റെ ശിവമോനില്ലെങ്കിൽ ഞാൻ വരത്തില്ല കഴിക്കാൻ. ലോകം കാണാം പാപ്പുമോനെ കുറച്ച് റൊമാൻറ്റിക് ആയേ. കപൂറാന്ന് ഓർക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ചേച്ചി. ബാബുവിനിങ്ങനെ ഈ നമ്പർ ഇറങ്ങിയ ഓക്കെ. കൺവിൻസിംഗ് സ്റ്റാറാ ബാബുമോൻ. റൊമാൻറ്റിക് ആയിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് അടിയായില്ല. റൊമാൻറ്റിക് ആയി കഴിഞ്ഞാൽ ഏകദേശം ഏത് ക്യാരക്ടറിനെ പോലെ ഇരിക്കുന്നു. പാപ്പു മാറ്റി അതാണ് അതാണ്. ബാബുമോന്റെ ഒരു ദിവസത്തെ വൺഡേ ഹിഡൻ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വീഡിയോ നിങ്ങൾ ഡിസ്ക്ലോസ് അതോടെ കോടതി എനിക്ക് വെറുതെ കോടതി എന്ന് പറയും എനിക്ക് ഒരു പേപ്പർ വേണ്ട, പ്രശ്നമൊന്നും പറയണ്ട, ഇങ്ങനെ ഓടി രക്ഷപ്പെട്ടോളൂ. ഇന്ന് ആഘോഷിക്കാണോ? ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ. നമ്മള് അപ്പോ ഉച്ചയ്ക്ക് മീഗർ ഉണ്ടാക്കിയ ദിവസത്തിന്റെ ബാക്കിയാണെന്ന് കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ രാത്രി വൈകുന്നേരം അവിടെ പോകുന്ന ചോദിച്ചാൽ അവിടെ പോകുന്ന നോക്കൂ കട്ട്ലേറ്റ് കഴിക്കാൻ. കട്ടനും കട്ട്ലേറ്റ്. ആ കടയിൽ നല്ല സൂപ്പർ കട്ട്ലേറ്റ് ഉണ്ട്, ഫ്രഷ് ആയിട്ട് ചൂടോടെ ചെയ്ത് തരുന്നൊക്കെ പറഞ്ഞിട്ട് കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറെ. നിങ്ങൾ എന്തൊന്നും മിണ്ടാത്തെ? കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് ചീസ് കട്ട്ലേറ്റ്, ബീഫ് കട്ട്ലേറ്റ്, എനിക്ക് ബീഫ്, വിസ്കി ടീ, അങ്ങനെ എല്ലാം ഉണ്ട്. വിസ്കി ടീ, അങ്ങനെ അത് കഴിക്കാൻ വേണ്ടി പോവാണേ. വീഡിയോ എടുക്കുന്നത് ഇച്ചായനാണ് എടുക്കുന്നത്. കഴിക്കാൻ പോയാലോ? ആരാണ് ഇന്ന് കട്ട്ലേറ്റിന് ഐഡിയ ഇട്ടത്? ഐഡിയ കിട്ടിയതോ? ഷിബി മോൻ. സംശയം എന്തോ? എടി നിങ്ങൾക്കൊക്കെ നാണമില്ലേടി ഷിബി മോന്റെ? ഞങ്ങളെല്ലാം ട്രൈ ചെയ്തായിരുന്നു. ലിഫ്റ്റ് തുറക്കല്ലേ, ലിഫ്റ്റ് ചാടി നിൽക്കുവാണ്. അതെന്താ കുക്കുമൊക്കെ സെറ്റ് ആയിക്കൂടെ? അല്ല, ഇവര് രണ്ടുപേരും സെറ്റ് ആയിട്ട് ഇറങ്ങി, നമ്മള് രണ്ടുപേരും കോറായിട്ട് ഇറങ്ങി. അതല്ലേലും നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ഷിബിയും കോറയാന്നാ പറഞ്ഞ, അത് കുഴപ്പമില്ലല്ലോ. അല്ല വല്ലപ്പോഴും എങ്ങാണ് അവൾ സത്യാവസ്ഥയൊക്കെ പറയുന്നത്. ആരാ വണ്ടി എടുക്കുന്നത്? ഞാൻ എടുക്കട്ടെ? അത്രയ്ക്ക് വേണോ രമണ? ഞാൻ എടുക്കും. നീ ഒരു ഫുൾ വണ്ടി എടുക്കാറായോ? എന്ത് സംസാരായിരുന്നു? എന്താ ഒന്നും പറ്റിയില്ല. ഡസ്റ്റർ എടുക്കാന്ന് വിചാരിച്ചു. BM മഴയത്ത് നനയ്ക്കണ്ടെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഇന്ന് ഫുള്ള് 3G ആയിരുന്നു കേട്ടോ. ഇറങ്ങി വന്ന് കട്ട്ലേറ്റ് കഴിക്കാന്ന് വെച്ച് BMI കയറി. താക്കോൽ എടുത്തില്ല, മഴ പെയ്തു, താക്കോൽ എടുത്തില്ല. ചേച്ചി പോയി താക്കോൽ എടുക്കാൻ പോയി, താക്കോൽ എടുത്തിട്ട് തിരിച്ചു വരുന്നു. ഇനി ഡസ്റ്ററിൽ കയറി ഭയങ്കര മഴയാട്ടോ. ഭയങ്കര മഴയത്ത് നല്ല ചൂട് കട്ട്ലേറ്റ് എന്റെ ചേച്ചിയുടെ കൂടെ ഇരുന്ന് തിന്നാൻ എന്ത് ഞാൻ ചേച്ചിനെ ഇങ്ങനെ പറയുമായിരുന്നു. മഴയത്ത് ഇങ്ങനെ മഴയത്ത് ചൂട് ചീസി കട്ട്ലേറ്റ് തിന്നാൻ എന്ത് സൂപ്പറാണ്. തിരിച്ചു വരുമ്പോ തിരിച്ചു വരുന്നിട്ട് മഴയില്ലെങ്കിൽ ബൈക്ക് എടുത്ത് ഞങ്ങൾ പോവും. മഴ ഉണ്ടെങ്കിൽ ഇവിടെ കിടന്നല്ലേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. കിട്ടിയായിരുന്നു. അപ്പൊ നമുക്ക് കട്ട്ലേറ്റ് ഇതല്ലേ യൂട്യൂബ് ചാനലുണ്ടോ? ഇവരെന്തെങ്കിലും പറയാൻ അവസരം കൊടുക്കാം. യൂട്യൂബ് ചാനലിനെ പറ്റി പറഞ്ഞില്ല. പറഞ്ഞോളൂ. എന്തിനാ അത്ര ഉള്ളിൽ പോയി നിന്ന് എടുക്കുന്ന വീഡിയോ? യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പറഞ്ഞു. യൂട്യൂബ് ചാനലിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞേ. ഒന്നുമില്ലെന്ന് പറയാം. കുക്കുമോളിലെ സർപ്രൈസിങ് വീഡിയോസ് ആണ് ഇനി വരാൻ കിടക്കുന്നത്. യൂട്യൂബ് ചാനൽ ഉടനെ തന്നെ റിലീസാണ്, എല്ലാരും വെയിറ്റ് ചെയ്തോ. പാപ്പുമോനെ വണ്ടി കഴുകാൻ പാപ്പുമോനെ സ്കില്ല് ട്രൈ ചെയ്തേ. ഒരു വണ്ടി വരുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനാണ് മൈക്കിന്റെ. നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് കട്ടനും കട്ട്ലേറ്റും. പാപ്പുമോളെ
ഒരു പാട്ട് പാടിക്കേ. ഷുപ്പി 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 പാട്ട് പാട്. മറ്റേത് ചേച്ചി ഇപ്പൊ വിളിച്ചപ്പോ കേട്ടതാണ്. ഷുപ്പി മറ്റേ പാട്ട് പാടിക്കേ. പിണങ്ങും പാപ്പുമോള് പിണങ്ങുമ്പോൾ പാട്ട് പാടിക്കേ. പാടിക്കേ. പിണങ്ങിയില്ലല്ലോ പിന്നെ എന്തിനാ പിണക്കായ കണ്ടോ. ഇനി പാടിക്കേ. പാപ്പുമോളെ പാപ്പുമോളെ പിണക്കമാനോ. പിന്നെ ഇതുണ്ട് അതൊന്നും എടുത്തില്ല പേനക്കമാനോ. ചേച്ചി എപ്പോഴും പാടിത്തരുവോ? ഇനി പിണങ്ങിയിരിക്കാൻ പാടും. പിന്നെ മറ്റൊരു പറയും, എന്നിട്ട് കൈ ഇങ്ങനെ മടക്കട്ടെ. പണ്ട് മാവൻ പഠിപ്പിച്ച പിണക്കം പോ. ഇതൊക്കെ നമ്പറാ, ഇതിലൊന്നും വീടരുത്. പാപ്പ 18 അടവും പഠിച്ചിട്ടിരിക്കുക. ഈ നമ്പർ ഇറങ്ങിയ ഓക്കെ. ആദ്യത്തെ നമ്പർ ഏത് തെറ്റാ ചെയ്ത ഇന്റൻസിറ്റി അനുസരിച്ച് ഞാൻ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും. പാപ്പുമോന്റെ തെറ്റല്ലെങ്കിൽ പാപ്പുമോൻ സോറി പറയാറുണ്ടോ? ഇന്നലെ പറഞ്ഞില്ലല്ലോ, ഇന്നലെ വഴക്കുണ്ടാക്കിട്ട് എന്റെ അടുത്തൊന്നും മിണ്ടാൻ വന്നില്ലല്ലോ. ഇന്നലെ വഴക്കുണ്ടാക്കിട്ട് എന്റെ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ ചേച്ചിയുടെ തെറ്റാണ്, ചേച്ചിയുടെ തെറ്റാണ്. ചേച്ചിക്ക് അറിയാം, അച്ചാച്ചനും അറിയാം. പക്ഷെ പിണങ്ങിയിരിക്കുക. അച്ചാച്ചൻ ഞാൻ സോറി പറയണം. ഞാനാണ് മിണ്ടുന്നത്. ആണോ? ചേച്ചി പറ, ആരാ മിണ്ടുന്നേ? ഞാന് അല്ല. അങ്ങനെയല്ല സുഹൃത്തുക്കളെ. അതായത് എപ്പോഴും വന്ന് പിണക്കം മാറ്റി മിണ്ടുന്ന ഇച്ചാനാണ്. ചില സമയത്ത് പന്ന സ്വഭാവത്തിരിക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും. അപ്പൊ അച്ഛൻ പന്ന സ്വഭാവത്തിൽ എപ്പോഴും ഇരിക്കണം. അപ്പൊ ചേച്ചി എപ്പോഴും ഇങ്ങോട്ട് വരും. അതാണ് പോയിട്ടില്ല. അപ്പൊ ഇന്നലെ വന്നില്ലല്ലോ പിണങ്ങിട്ട് മിണ്ടാൻ. രാവിലെ മിണ്ടത് ഞാൻ പറഞ്ഞില്ലല്ലോ. രാത്രി വന്നില്ലല്ലോ. രാത്രി എന്റെ ബൈക്ക് എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കണം. ഉറപ്പായിട്ടും നല്ലൊരു റീസ്റ്റോറേഷൻ ചെയ്യാനുള്ള ഞങ്ങളൊരു ബൈക്കുണ്ട്. ബൈക്കുണ്ട്. അതിന് താല്പര്യമുള്ളവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ബൈക്ക് തരാം. അല്ലേ? എത്ര നേരം കൊണ്ട് നമുക്കത് കിട്ടണം? മിനിമം ഒരു 1 മന്ത്. അല്ല, ഏകദേശം മിനിമം 1 മന്തിനുള്ളിൽ നമുക്ക് കിട്ടണം. അപ്പൊ നല്ലൊരു റീസ്റ്റോറേഷൻ ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങള് വണ്ടി റീസ്റ്റോറേഷൻ ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പൊ കോണ്ടാക്ട് ചെയ്യാം. ആലീസ് കൃഷിയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അതിനുശേഷം മെസ്സേജ് ചെയ്യുക. അന്നെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് ആ മെസ്സേജ് കാണാൻ പറ്റൂല. ഫോളോ ചെയ്തില്ല. പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടോ? വണ്ടി ഒതുക്കുക കേട്ടോ, ഞാൻ ഇറങ്ങണേ. സീരിയസ് ആണ്. വണ്ടി ഒതുക്കുക, ഞാൻ ഇറങ്ങട്ടെ. ഇവിടെ ഒതുക്കണ്ടേ? ഒതുക്കി. ശിവയില്ലെങ്കിൽ ഞാൻ വരത്തില്ല. വണ്ടി ഉറക്ക്. എന്റെ ശിവമോനില്ലെങ്കിൽ ഞാൻ വരത്തില്ല കഴിക്കാൻ. നമ്മളിവിടുന്ന് ഊബർ വിളിച്ചു, അത്രേ ഉള്ളൂ. വണ്ടി ഒതുക്കുക, ഞങ്ങൾ ഇറങ്ങുക. സീരിയസ് ആയ കാര്യം. സീരിയസ് ആണ്. ഇതുവരെ യൂട്യൂബിൽ നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള വീഡിയോസ് ആണ് ഇവിടെ നടന്നത്. നാളത്തെ എക്സ്ക്ലൂസീവ് ന്യൂസ് ആണ് ഞാൻ ഇറങ്ങുവേ. കെട്ടിടത്തിന്റെ അവിടെ ഇറങ്ങിക്കാൻ പറ്റുന്ന ഇല്ല. ഇവിടെ എങ്ങനെ ഞങ്ങൾക്ക് ഏതെങ്കിലും ഇറങ്ങിക്കാൻ പറ്റുന്ന ഏത് ഷെഡില് കൂട്ടർ ഇറക്കി വിടച്ചാ നമുക്ക് ഊബർ വിളിച്ച് കട്ടണം പുട്ടും കഴിക്കാം. അത്രേ ഉള്ളൂ. കട്ടനും പൊട്ടും അല്ല, കടയുള്ളയാ. നമ്മുടെ മറ്റേ വീഡിയോ നല്ലായിരുന്നല്ലേ? നീ മനസ്സേക്കില്ലാതെ കണ്ണിലെ പാപ്പുമോൻ ആദ്യമായിട്ട് എനിക്ക് പാടുന്ന ഒരു പാട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ ഇപ്പൊ ഏകദേശം ഡാൻസും കളിക്കുന്നത്. പാപ്പുമോനെ ഇന്ന് നമ്മൾ ഡാൻസും കളിപ്പിക്കുന്ന പാട്ടും പാടും. ചേച്ചി അച്ചാച്ചിനെ റൊമാൻറ്റിക് ആയിട്ട് കണ്ടിട്ടില്ല. അച്ചാച്ചൻ റൊമാൻറ്റിക് ആവുമ്പോ എങ്ങനെയാ? റൊമാൻറ്റിക് ആവുമ്പോഴോ? പാപ്പുമോൻ റൊമാൻറ്റിക് ആയിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് അടിയായില്ല. റൊമാൻറ്റിക് ആയി കഴിഞ്ഞാൽ ഏകദേശം ഏത് ക്യാരക്ടറിനെ പോലെ ഇരിക്കും നമുക്കതറിയാം. അതാണ് പാപ്പുമോന്റെ ഒരു ദിവസത്തെ വൺഡേ ഹിഡൻ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വീഡിയോ നിങ്ങൾ ഡിസ്ക്ലോസ് അതോടെ കോടതി എനിക്ക് വെറുതെ കോടതി എന്ന് പറയും
എനിക്ക് ഒരു പേപ്പറും വേണ്ട. എന്താണ് പ്രശ്നമൊന്നും പറയണ്ട. ഇങ്ങനെ ഓടി രക്ഷപ്പെട്ടോളൂ. ഇന്നേ വരെ യൂട്യൂബ് ചരിത്രത്തിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ്. ചാനലൊക്കെ കൊടുത്തിട്ട് പോണേന്ന്. പേര് മാറ്റി യൂസ് ചെയ്യാനത്. അതെ. അയ്യോ നല്ല കാലാവസ്ഥ. ഇത് കാലാവസ്ഥയില്ല, നല്ല രസമുണ്ട് ഈ ഫ്രെയിമിൽ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കാണാൻ. ക്ലൈമറ്റ് ആണോ ഉദ്ദേശിച്ചുള്ളത്? അച്ഛൻ തിരിഞ്ഞു നോക്കണ്ട, രസം പോവ്. പാപ്പുമോ നേരെ ഇരുന്നു അതായിരിക്കും. എടാ നീ വീഡിയോയിലെടുത്തേ, അതിലെടുത്തേ. പാപ്പുമോനെ കുറച്ച് റൊമാൻറ്റിക് ആയേ. നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് അടുപ്പിച്ച് പോകുന്ന അങ്ങനെ ഇതോണേ അനങ്ങല്ലേ ഫേസ് ഇച്ചിരി കൂടെ ഇങ്ങോട്ട് തിരിയട്ടെ. ഓക്കെ അടുത്തിരുന്നോ ഇച്ചിരി ചേച്ചിയുടെ അടുത്തേക്ക് അച്ഛാ ജാൻവി കപൂറാന്ന് വിചാരിച്ചോ? ചുട്ടമല്ലി ചൊട്ടേസ്താവേ. പിന്നെ ചേച്ചി കപൂറാന്ന് ഓർക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ചേച്ചി അവിടെ മഞ്ഞയിലെ ഓക്കെ നിങ്ങൾ കണ്ടോ അത്? ഇതാണോ? അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് ആയിരിക്കും. അവിടെ കാർ പാർക്ക് ചെയ്യാൻ ചെറിയ സ്പേസ് ഉണ്ട്. അപ്പം അങ്ങനെ നമുക്ക് കട്ടനും പുട്ടും, പക്ഷെ അല്ല സോറി കട്ടനും കട്ട്ലറ്റും ഇവിടെ ഒരുപാട് സ്പെഷ്യൽ ടീ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. വിസ്കി ടീ, റോസ് ടീ, ബട്ടർഫ്ലൈ ടീ, മെനു എല്ലാം ഓരോന്നും ഇതാ. ബ്ലാക്ക് ടീ, തുളസി ടീ, സിനമൺ, എനിക്ക് ബ്ലാക്ക് ടീ, ജീരക, ഏലക്ക, ജിഞ്ചർ. അല്ല കട്ട്ലറ്റിന് കട്ടൻ ചായയാണ്. ഇത് ജിഞ്ചർ മിന്റ് ലെമൺ ടീ. അത് ആർക്കാ? എനിക്ക്. ഓക്കെ, ഒരു ജിഞ്ചർ മിന്റ് ലെമൺ ടീ. ഞാൻ പറഞ്ഞോളാം. ബട്ടർഫ്ലൈ ടീ. വേണ്ട തരുവേ? വേണ്ട. വാനില ഐസ് ടീ വേണോ? വാനില ഐസ് ടീ എനിക്ക് അറിയത്തില്ല. ഐസ്ക്രീം ഉണ്ടോ? ഇല്ല. ബീഫ് കട്ട്ലറ്റ്. ബീഫ് കട്ട്ലേറ്റ് എത്ര എണ്ണം? എനിക്കൊരു ബീഫ് കട്ട്ലറ്റ്. എനിക്ക് 2 ബീഫ് കട്ട്ലറ്റ്. 3 കട്ട്ലേറ്റ്. 2 ചീസ്, 3 ബീഫ്. ചീസ് വേണോ? ഇല്ല ചീസ് വേണോ? ഇല്ല, ഞാൻ പട്ടിണിയായിരുന്നു. എനിക്കൊന്നും വേണ്ട. മസാല കട്ടൻ ചായ ഉണ്ടോ? ഒരു മസാല കട്ടൻ ചായ. എനിക്ക് കടുപ്പം വളരെ കുറച്ച് ലൈറ്റ് ആയിട്ട് മതി. ഫ്രഞ്ച് ഫ്രൈസ് എന്തുകൊണ്ടും ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസ്. എന്താണ് പ്രശ്നം ഇപ്പൊ? വാനില ടീയോ? ഞാൻ കഴിച്ചിട്ടില്ല, എനിക്കറിയില്ല. ഇത് കട്ട്ലേറ്റ് ബർഗറാ. കട്ട്ലേറ്റ് ബർഗർ, ചിക്കൻ കട്ട്ലേറ്റ് ബർഗർ, സൂപ്പർ. അതെങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ? വേണോ? അപ്പൊ കട്ട്ലേറ്റിന്റെ എണ്ണം കുറയ്ക്കണം. കുഞ്ഞല്ലേ ചേട്ടാ? എല്ലാം ക്യാൻസർ, ഒരു കട്ടൻ ചായ മാത്രം. ഞങ്ങൾ എന്നെ സുമ്മാവാ. ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് ഷിബിമോന്റെ ചെലവാന്ന് പറഞ്ഞില്ല, പറഞ്ഞു പറ്റിച്ച് കൊണ്ടുവന്നേ. നീ ഒറ്റയ്ക്ക് കൊടുക്കണം പൈസ, അല്ലേ നാണക്കേടാ. നീ തന്നെ അത് പറയണോ? അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ക്രീമി ചിക്കനും അതുപോലെ തന്നെ ക്രഞ്ചി മാഗ്നസും അടിക്കുന്ന ഇവളാണ് ഈ വർത്തമാനം പറയുന്നത് പറഞ്ഞ സുഹൃത്തുക്കളെ. അത് യൂട്യൂബിൽ എനിക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമുള്ളത് ഞാൻ പറയുന്നില്ല. നാട്ടുകാരെല്ലാം നിന്നെ കളിയാക്കും, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ശിവ മാത്രമാണോ പൈസ കൊടുക്കുന്നത്? ഫോട്ടോയ്ക്ക് എല്ലാം ഞാൻ പൈസ കൊടുക്കുന്നത്. CCTV എല്ലാം നോക്കി ഞാൻ പൈസ കൊടുക്കുന്നത്. ഇവിടെ ചുമ്മാ വന്നിട്ട് അതോടെ എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ ആദ്യം ഇടയ്ക്ക് കുക്കുമ്പോൾ 10 പ്രാവശ്യം പോയാൽ 2 കുക്കുമ്പോൾ 8 ഇടയ്ക്ക് മാസം തോറും ഷിബിമോന്റെ ഒരു ബില്ല് അയക്കാറുണ്ട്. ചേച്ചിയുടെ പെങ്ങളുടെ ചെലവാണ്. പുട്ടിന് പീരിയഡ്സിന് കൊണ്ട് ചേച്ചി ഇതൊക്കെ ക്ലിയർ ചെയ്യേണ്ടതാണ്. അത്ര വന്ന മാസം തൊട്ടേ മോളെ കണക്ക് ഞാൻ അത് ഞാൻ ചേട്ടനോടൊന്ന് പറയണം. ഒരു ദിവസം ഞാൻ അങ്ങനെ ബില്ലിന്റെ അവിടെ അതിങ്ങോട്ട് പേ ചെയ്തോളൂ. സങ്കടമായ എങ്ങനെയാണെന്നറിയാലോ? എങ്ങനെയാ? അപ്പൊ എങ്ങനെ? അയ്യോ കരഞ്ഞ് ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു കരച്ചിലുണ്ട്. കരഞ്ഞ് അതല്ല, പക്ഷെ ശുഭിമോന് ഏറ്റവും ഇഷ്ടം തന്നെയാ. അല്ല എന്നെ അല്ല ചേച്ചിനാണ് ഏറ്റവും ഇഷ്ടം. പാപ്പുമോനെ ശിവമോന് ഇഷ്ടം ഭയങ്കര. അവര് മുന്നാളാ. ഒരു പ്രശ്നം ഭയങ്കര സ്നേഹവാ. എന്തോ ഇത് ചെയ്യാൻ പോകുന്നത്? പാപ്പുമോക്ക് ഈ ശുഭിമോക്ക് ഞാൻ വരച്ചോളാം. ശുഭിമോള് മൂക്ക് വരച്ചോ? ഇത് മനസ്സിലാവും പോയതാ. അങ്ങനെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നില്ല. ഫ്രഞ്ച് ഫ്രൈസ് നമ്മളിപ്പം ഫ്രൈസ് മാത്രമേ ഫ്രൈ ചെയ്തോളൂ. ഇനി ഇത് ബീഫും ഇത് ചീസും. ചീസ് ബീഫ്, ഇത് ചീസ്. ചീസ് ചീസ് കട്ട്ലേറ്റ്.
ഇന്ന് പൊളിച്ച വരുമോ? ഇങ്ങനെ വലിഞ്ഞ് ആണോ? വലിഞ്ഞ് പൊളിച്ച് നോക്കിയേ. പൊടിച്ചോട്ടെ, എനിക്ക് വേണ്ട. നോക്കിയത് അതെ ചൂട് വേണേ. ആ വലിച്ചോ. കുഴപ്പമില്ല കുഴപ്പമില്ല. അങ്ങനെയുണ്ട്. സൂപ്പറാട്ടോ. അങ്ങനെ ഞങ്ങള് കട്ടനും കട്ട്ലേറ്റും ഒക്കെ കഴിച്ചിട്ട് പോയി ചട്ടിയും കിട്ടി. ചട്ടിയോ കട്ട്ലൈറ്റും കട്ടനും കഴിച്ചിട്ട് ഞങ്ങള് തിരിച്ചു വന്നു. ക്ഷീണമായി പോയി ഭയങ്കര ക്ഷീണമായി. ഒന്ന് കിടന്നാ മാത്രം മതി. ചേച്ചിക്ക് മൂക്കടഞ്ഞു എനിക്ക് മൂക്കടഞ്ഞു, മരുന്ന് മേടിച്ചു. ഒടുക്കത്തെ മതി. ഭയങ്കര മഴയും. അപ്പം ടാറ്റാ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത് കട്ട് ചെയ്തുള്ള സെൻസർ ബോർഡിന് പ്രശ്നമുള്ള കണ്ടന്റ് ആണ് ഇതൊക്കെ. മാറിക്കേ. ബൈ ബൈ.